ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നമുക്ക് ദൈവത്തെക്കുറിച്ച് എന്തുമാത്രം അറിവുണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും തിരിഞ്ഞു ചിന്തിച്ചിട്ടുണ്ടോ? ഹോശിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഹോശിയ പ്രവചിക്കുക, ദൈവത്തെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. നമ്മൾ പലതും അറിയാൻ ഉത്സാഹിക്കുന്ന ആൾക്കാരാണ്. അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയാൻ, സ്തോത്രം, നിങ്ങൾ ഉത്സാഹിക്കാറുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നു തന്റെ മക്കൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണമെന്ന്. യെശയ്യാവ് പ്രവചിക്കുന്നൊരു ഭാഗമുണ്ട്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, പക്ഷെ എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന മനുഷ്യനോട് ദൈവം പറയുകയാണ്, ദൈവത്തെ അറിഞ്ഞു ജീവിക്ക്, അതാണ് നിനക്ക് ഏറ്റവും അനുഗ്രഹം. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. 9-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്, നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. അറിയേണ്ടതുപോലെ ദൈവത്തെ അറിഞ്ഞാൽ അവൻ ദൈവാശ്രയം വിട്ട് ഒരിക്കലും പോകുകയില്ല. ചില ആൾക്കാർ പരാതി പറയാറുണ്ട്, ഞാൻ ഇത്രയും നാള് പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും നാള് ദൈവത്തെ വിളിച്ച് ജീവിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക, അറിയേണ്ടതുപോലെ നീ ദൈവത്തെ അറിഞ്ഞു, നീ പരാജയപ്പെടുകയില്ല. അവന്റെ നാമത്തെ അറിയുന്നവർ അവനിൽ ആശ്രയിക്കുമെന്നാണ് വചനം പറയുന്നത്. ഒരുവന് പൂർണ്ണമായ ദൈവാശ്രയം ഉണ്ടാകുന്ന എപ്പോഴാ? അറിയേണ്ടതുപോലെ ആ കർത്താവിനെ അറിയുമ്പോഴാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ധന്യനായ പൗലോസ്ലീഹ വെളിപ്പെടുത്തുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവനെന്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് ദൈവവചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാം. ഈ ദിവസങ്ങളിൽ ഇളക്കങ്ങളില്ലാതെ ഉറച്ചു നിൽക്കാം, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാം. അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, കർത്താവേ, അറിയേണ്ടതുപോലെ എനിക്ക് അങ്ങയെ ഒന്ന് അറിയണം. യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. ദൈവത്തെ അറിഞ്ഞ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിശ്ചയമായും ദൈവത്തെ അറിഞ്ഞ് ഉറച്ചു നിന്ന് പ്രവർത്തിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.